കുറച്ച് ഉണക്കലരി കിട്ടിയപ്പോൾ ഒരു പായസം വെച്ചാലോ എന്ന് തോന്നി. പക്ഷേ തേങ്ങ ചിരണ്ടി പാലെടുക്കുന്ന കാര്യമൊക്കെ ഓർത്തപ്പോൾ ഒരു മടിയുമുണ്ട്. മടിയന്മാരെന്തിനും ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുമല്ലോ. ഞാനും കണ്ടുപിടിച്ചു ഒരു ഷോർട്ട് കട്ട്. എന്തായാലും സംഗതി സൂപ്പറായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെഡി. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ ഈ ഈസി പായസം. ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിന് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത്ര ഈസി ആയിട്ടൊരു പായസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിന് വിശേഷം ഒന്നും നോക്കണ്ട, എപ്പോൾ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ഈ ഉണക്കലരി ഒരു 4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്തതാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേവാനായിട്ട് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേ ഗ്ലാസ്സിന് തന്നെ അളക്കാം. എൻ്റെ ഈ കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ 4 വിസിൽ, അതാണ് കണക്ക്. ഓരോ കുക്കറിനനുസരിച്ച് മാറ്റമൊക്കെ വരാം. ഏതായാലും ഒരു കഞ്ഞിയുടെ ടെക്സ്ചറിൽ വേവിച്ചെടുക്കുക. ചോറിൻ്റെ ഭാഗം പോരാ. ഒരടുപ്പിൽ ശർക്കര ഉരുകാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/2 കിലോ ശർക്കര ഉരുക്കി വയ്ക്കുകയാണ്. ആവശ്യം പോലെ നമുക്ക് ഈ പായസത്തിലേക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ പൊട്ടിച്ചൊന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് ചീകിയെടുത്താൽ പെട്ടെന്നായി കിട്ടും. ഒരു 1/4 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഉരുകാനായിട്ട്. നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വരുന്നുണ്ട്. ഇത് 4ാമത്തെ വിസിലാണ്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ശർക്കരയും നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം വേണം അരിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു തേങ്ങയുടെ 2 മുറി ചിരവിയെടുക്കണം. ചിരവിയിൽ ചിരവുന്ന പരിപാടി എനിക്ക് പണ്ടേയില്ല. ഇതുപോലെ മുനയുള്ളൊരു കത്തി കൊണ്ടാണ് ഞാൻ ചെയ്യാറ്. മിക്സിയിൽ ഡയറക്റ്റായിട്ട് അടിച്ചെടുക്കുകയാണ് പതിവ്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഒരു മുറി തേങ്ങയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ മിക്സിയുടെ കപ്പാസിറ്റി കൂടി നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഏതായാലും ഒരു തേങ്ങയുടെ 2 മുറിയും ചെത്തിയെടുക്കാം. ഇനി ഇത് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ ആ നനവ് കൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ തേങ്ങയും വെള്ളവും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടണം. സാധാരണ ഒരു പായസം വെക്കുമ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കുമല്ലോ. അങ്ങനെ 1-ാം പാൽ 2-ാം പാൽ എല്ലാം എടുക്കും. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടാതെയുള്ളൊരു പായസമാണിത്. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും വെള്ളവും എല്ലാം കൂടെ അരഞ്ഞ് തേങ്ങാപ്പാൽ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തേങ്ങ കഷ്ണങ്ങൾ പായസത്തിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ വേറെ തേങ്ങാക്കൊത്ത് വറുത്തിടുകയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തേങ്ങയും റെഡി. ഇതിവിടെ ഇരിക്കട്ടെ. ശർക്കര ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ കറുത്ത ശർക്കരയിൽ സാധാരണയായിട്ട് ധാരാളം കല്ലും മണ്ണും ഒക്കെ കാണും. അതുകൊണ്ട് അരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ കല്ലും മണ്ണും ഒക്കെ നമ്മുടെ വയറിനകത്ത് പോവും. അങ്ങനെ നമ്മുടെ ശർക്കരയും റെഡിയായി കഴിഞ്ഞു. കുക്കർ തുറക്കാറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരി എത്രത്തോളം വെന്തു എന്നൊന്ന് നോക്കാം. അരിയൊക്കെ ചോറായി നല്ല പോലെ വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ബാക്കിയില്ല. നല്ല കറക്റ്റായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കുക. തൊട്ടാൽ നല്ല ഉടഞ്ഞു വരുന്ന ആ പാകത്തിന് വരണം. ഇല്ലെങ്കിൽ ശർക്കര ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഹാർഡാവാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ ആ സമയത്ത് വെന്തിട്ടില്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് ശർക്കര ചേർക്കുകയാണ്. ആദ്യമേ മുഴുവൻ ചേർക്കണ്ട, ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത ശേഷം അടുപ്പ് കത്തിക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1/4 ഭാഗം, അതായത് ഏകദേശം ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കിയത് ചേർത്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല മധുരം തന്നെ വേണം. ആ ഒരു പാകത്തിനാണ് ഞാൻ ചേർക്കുന്നത്. മധുരം ഇത്ര വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ ചോറിൻ്റെ കളറൊക്കെ കാണാൻ പറ്റും. അത് വരരുത്. ചോറ് നല്ലപോലെ വെന്ത് കുഴഞ്ഞ് കണ്ടോ, ശർക്കരയൊക്കെ പിടിച്ച് എല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഒരു 10 മിനിറ്റ് സമയം എടുക്കും. ഇപ്പോൾ നമ്മുടെ ശർക്കര നല്ല പോലെ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങയും വെള്ളവും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുക.
2 പ്രാവശ്യമായിട്ട് 2ാം പാലും 3ാം പാലും ഒന്നും ചേർക്കാൻ നിൽക്കണ്ട. ഇതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്കിത് പരീക്ഷിക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കിട്ടുന്നത്. ഇനി തേങ്ങാപ്പാലും ഇതിൽ കിടന്ന് നല്ലപോലെ മിക്സ് ആവട്ടെ. തേങ്ങയും ഒന്ന് വെന്ത് വരണം. പായസം നല്ലപോലെ തിളച്ച് വരട്ടെ. എൻ്റെ കണക്കിന് ഈ മധുരം പോരാ. അതുകൊണ്ട് ഞാൻ ഒരുക്കി വെച്ച ബാക്കി ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1/2 കിലോ ശർക്കരയും ഞാൻ ചേർത്ത് കഴിഞ്ഞു. മധുരം ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇരിക്കുമ്പോൾ ഒരല്പം കട്ടിയായിട്ട് വരുന്ന പായസമാണ്. ഇപ്പം നല്ല കുറുകിയിരിക്കുന്നുണ്ട്. നമ്മുടെ പായസത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ തേങ്ങയൊന്നും വറുത്തിടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ധാരാളം തേങ്ങ നമ്മൾ ചേർത്തിട്ടുണ്ട്. നെയ്യ് വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം ചേർന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പായസം ആയതുകൊണ്ട് ചുക്കുപൊടി കുറച്ച് മുമ്പിട്ട് നിൽക്കുന്നത് നല്ലതാണ്. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി നമുക്ക് ഏലക്കാപ്പൊടി കൂടി ചേർക്കണം. ഞാൻ ഫ്രഷായിട്ടൊരു 6-7 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണിത്. നല്ല ഫ്രഷായിട്ട് പൊടിച്ചതാകുമ്പോൾ പ്രത്യേകിച്ചൊരു മണവും സ്വാദും ഒക്കെ ഉണ്ടല്ലോ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമ്മുടെ പായസം റെഡി. ഇത് ചൂടോട് കൂടിയോ ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ എങ്ങനെ കഴിച്ചാലും സ്വാദാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.